ദൈവം എങ്ങനെയാണ് ഒരു മനുഷ്യനെ, ഒരു പാപം ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം എപ്പോഴാണ് പ്രതികാരം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ പാപത്തിൻ്റെ പാരമ്യത്തിൽ എത്തുമ്പോഴാണ് ദൈവം അയാളെ ശിക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം പ്രതികാരം ചെയ്യുന്നത്. ആ പാപത്തിൻ്റെ അളവ് ഓരോ വ്യക്തികളെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള അളവുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 100 പാപം ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അതാണ് ദൈവം വെച്ചിരിക്കുന്ന പാപത്തിൻ്റെ പാരമ്പര്യം. എന്നാൽ വേറെ ചിലർക്ക് 50 എണ്ണം മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അതാണ് അയാൾക്കുള്ള പാപത്തിൻ്റെ അളവ്. ആ അളവിനപ്പുറത്തേക്ക് പോകുമ്പോൾ ദൈവം അയാളെ ശിക്ഷിക്കും. ഇങ്ങനെ ഒരു പാപത്തിൻ്റെ അളവ് എല്ലാ മനുഷ്യർക്കും ദൈവം വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അത്രയ്ക്കും ജാഗ്രതയോടെ വേണം ജീവിക്കാൻ, അല്ലെ പാപങ്ങൾ ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധയുള്ളവനായിരിക്കണം. പാപം ചെയ്യാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് ഈ പാരമ്യം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ സൂചിപ്പിക്കുന്ന ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് പറഞ്ഞു തരുന്ന ദൈവവചന ഭാഗം, പാപത്തിൻ്റെ അളവ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുന്ന ഭാഗം 2 മക്കാബയർ 6 അധ്യായം 14-15 വാക്യങ്ങൾ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതര ജനതകളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവർ തങ്ങളുടെ പാപങ്ങളുടെ തികവിലെത്തുന്നതുവരെ കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്നാൽ നമ്മോട് അവിടുന്ന് ഇപ്രകാരമല്ല വർത്തിക്കുന്നത്. നമ്മൾ പാപപാരമ്യത്തിൽ എത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഇതര ജനതകളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവർ തങ്ങളുടെ പാപങ്ങളുടെ തികവിലെത്തുന്നതുവരെ കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്നാൽ നമ്മോട് അവിടുന്ന് ഇപ്രകാരമല്ല വർത്തിക്കുന്നത്. നമ്മൾ പാപപാരമ്യത്തിൽ എത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണ, അതായത് മനുഷ്യർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കാണാം നമ്മൾ തന്നെ ജീവിതത്തിൽ നിസ്സാര തെറ്റുകൾക്ക് പോലും ദൈവം വലിയ ശിക്ഷ തരുന്നത്, അല്ലെങ്കിൽ ശിക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ദൈവത്തിന് വലിയ കോപമാണെന്ന്. സത്യത്തിൽ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ മഹാകരുണ. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ, ചിലരെയൊക്കെ അതാത് പാപം ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ദൈവം ശിക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ശിക്ഷണം നൽകുന്നത്. എന്നാൽ മറ്റു ചിലരുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. അവരെന്തുമാത്രം പാപം ചെയ്താലും അവർക്ക് യാതൊരു പ്രശ്നങ്ങളും നേരിടാറില്ല. പക്ഷേ അവരുടെ അവസാനം ദുരന്തമായിരിക്കും, വലിയ നാശമായിരിക്കും. അതാണ് ഈ 2 മക്കാബയർ 6 അധ്യായം 14-15 വാക്യം പറയുന്നത്. അതായത് ഓരോ മനുഷ്യനും അവൻ ചെയ്യുന്ന പാപത്തിൻ്റെ പാരമ്യത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് ദൈവം പ്രതികാരം ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ വചനം തന്നെ 1 തെസ്സലോനിക്ക 2 അധ്യായം 16 വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവം എപ്പോഴാണ് പ്രതികാരം ചെയ്യുന്നതെന്ന്. വിജാതിയരുടെ രക്ഷയെ കരുതി അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കുന്നു. ഇതാ അവസാനം ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ നിപതിച്ചിരിക്കുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കുന്നു. ഇതാ അവസാനം ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ നിപതിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്. അതായത് ഓരോ മനുഷ്യൻ ചെയ്യുന്ന പാപത്തിൻ്റെ അളവുണ്ട്. ആ അളവിന് പരിധിക്ക് അപ്പുറത്തേക്കാകുമ്പോഴാണ് ദൈവം ശിക്ഷിക്കുന്നത്. ഈ ഒരു ഭാഗം ചിന്തിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില മനുഷ്യരെ ദൈവം പെട്ടെന്ന് ശിക്ഷിക്കുന്നതും അല്ലെങ്കിൽ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ദൈവം എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ ഇത്ര പെട്ടെന്ന് ശിക്ഷിച്ചതെന്ന്. അപ്പോൾ ഇങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ ചിന്തിക്കുകയും ആലോചിക്കുകയും പല നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വചനഭാഗം എൻ്റെ ശ്രദ്ധയിൽ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നു. അതായത് ചില മനുഷ്യർ പെട്ടെന്ന് ശിക്ഷിക്കപ്പെടുന്നു, ചിലർ വളരെ പതുക്കെയാണ് അവർക്ക് ശിക്ഷ ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആ ചിന്തകൾ ഇങ്ങനെ കുറേ നാൾ ചിന്തിച്ച ശേഷമാണ് ഈ വചനഭാഗം പരിശുദ്ധാത്മാവിനെ കാണിച്ചു തന്നത്. അങ്ങനെയാണ് ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയത്. അതായത് ഓരോ മനുഷ്യൻ ചെയ്യാൻ ദൈവം അനുവദിക്കുന്നതെന്ന് പറയാൻ പറ്റുകയില്ല, എങ്കിൽ തന്നെയും എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതായത് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പാപം ചെയ്യുന്നതിന് ഒരു പരിധി ദൈവം വെച്ചിട്ടുണ്ട്. ആ പരിധി കഴിയുമ്പോൾ ദൈവം ശിക്ഷിക്കും. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ തീർച്ചയായും ഓർത്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം.
അപ്പോൾ ദൈവം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വേറൊരു പ്രത്യേകത, ദൈവം എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം സഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു അജണ്ട, ഒരു പ്രത്യേക ഒരു പ്രഘോഷണ രീതിയുണ്ട്. കാര്യമൊക്കെ ശരിയാണ്, ദൈവം ക്ഷമിക്കുമെങ്കിലും അല്ലെങ്കിൽ കരുണ കാണിക്കുമെങ്കിലും എല്ലാത്തിനും ഒരു പരിധി ദൈവം വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ആ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വചനഭാഗം നമ്മളെ പ്രത്യേകം നമ്മളെ കാണിച്ചു തരുന്നത്. അതായത് 2 മക്കാബയർ 6 അധ്യായം 14 മുതൽ 14 15 വാക്യങ്ങളും 1 തെസ്സലോനിക്ക 2 അധ്യായം 16 വാക്യവും പാപത്തിൻ്റെ അളവ് അത് പൂർത്തിയാക്കരുത്, അല്ലെങ്കിൽ പാപത്തിൻ്റെ പാരമ്യത്തിൽ നമ്മൾ ഒരിക്കലും എത്താൻ പാടില്ല എന്നാണ് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.